സുബ്ഹാനല്ലാഹ്, എത്രയെത്ര അനുഭവങ്ങളാണ് മഹാനരായ മടവൂർ ശൈഖുനയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ജീവിതകാലത്ത് എൻ്റെ കുടുംബം തന്നെ സുബ്ഹാനല്ലാഹ് ശൈഖുനയുമായി വല്ലാത്ത അടുപ്പമായിരുന്നു വാപ്പാക്ക്. ആ സമയത്ത് എൻ്റെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ സമയത്ത് ശൈഖുന വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ശൈഖുന വന്നെന്നറിയുമ്പോൾ നാട്ടിലെ ആബാലവൃദ്ധം ആളുകൾ വെള്ളക്കുപ്പികളുമായി ശൈഖുന താമസിക്കുന്ന വീടിന്റെ സമീപത്തേക്ക് വരാറുണ്ട്. അവരോടെല്ലാം ശൈഖുന സമാധാനത്തിന്റെ വാക്കു പറഞ്ഞ് ധാരാളം ആളുകൾക്ക് അവിടുന്ന് സമാശ്വാസം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര അനുഭവങ്ങൾ. ഒരിക്കൽ തന്നെ പലപ്പോഴും ഞാനത് പറഞ്ഞതും കൂടെയാണ്. മഹാനരായ ശൈഖുന ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹി തങ്ങളെ ജീവിതകാലത്ത് ഇടക്കിടക്ക് വാപ്പാക്ക് ശൈഖുനയെ ഒന്ന് സിയാറ ചെയ്യണം, ശൈഖുനയുമായി മുലാഖാത്ത് നടത്തണം. അത് ജീവിതത്തിന്റെ നിർബന്ധമായിരുന്നു. ആ ഘട്ടം ഇപ്പോഴും ശൈഖുന അവിടുന്ന് കൊടുത്ത വിറുതുകളും ദിക്റുകളും അവിടുന്ന് കൊടുത്ത പ്രത്യേകമായ അദ്കാറുകളും എല്ലാം ഇന്നും വാപ്പ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഒരിക്കൽ ഇടയിൽ വാപ്പാക്കൊരു അസുഖം ബാധിച്ച് ഈ അദ്കാറുകൾക്കൊക്കെ മുടക്കം വന്ന സമയത്ത് മഹാനരായ ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹി തങ്ങളുപ്പാപ്പയെ വാപ്പ സ്വപ്നം കാണുകയാണ്. മമ്പുറത്താണ് വാപ്പ ഇരിക്കുന്നത്. അപ്പൊ സി.എം. വലിയുല്ലാഹി തങ്ങൾ വന്നിട്ട് ഒരു കത്ത് കൊടുത്തു വാപ്പയുടെ കയ്യിൽ. ഇതെന്റെ വാപ്പക്കുണ്ടായ അനുഭവമാണ്, ഇന്ന് വാപ്പ പറഞ്ഞതാണ്. ആ കത്ത് കൊടുത്തു നോക്കുന്ന സമയത്ത് സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീവിതകാലത്ത് അവിടുന്ന് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകൾ അതാ ആ കത്തുകളിൽ വാപ്പ സ്വപ്നം കാണാണ്. പിന്നെ വാപ്പ പറയാണ്, അദ്കാറുകളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടക്കിയിട്ടേയില്ല. ഒരിക്കൽ വാപ്പ വന്നു ശൈഖുനയോട് ചോദിച്ചു, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എനിക്ക് വല്ല പ്രയാസങ്ങളും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞുവത്രേ, പ്രയാസങ്ങൾ പല വഴികളിലൂടെയും നിങ്ങൾക്കുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് ജീവിതകാലത്ത് അത് ഞങ്ങൾക്ക് അനുഭവം കൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, വാപ്പ കല്യാണം കഴിഞ്ഞു ചെറുപ്പക്കാരിയ. ആ ഘട്ടത്തിൽ തന്നെ ഉമ്മാക്ക് കലശലായ തലവേദനയാണ്, ഒരിക്കലും മാറുന്നില്ല. വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾക്ക് വിധേയാക്കി, വ്യത്യസ്തങ്ങളായ ഡോക്ടർമാർ വ്യത്യസ്തങ്ങളായ ക്ലിനിക്കുകളിൽ, വ്യത്യസ്ത ലബോറട്ടറികളിൽ ഒരുപാട് അവർ പറയുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ ടെസ്റ്റുകൾക്കൊക്കെ വിധേയായി. പക്ഷെ തലവേദന മാറുന്നില്ല, വലിയ പ്രയാസത്തിലാണ്. അപ്പോഴാണ് മഹാനരായ ശൈഖുനയെ കാണാൻ വന്നു വാപ്പ. കാണാൻ വന്ന സമയത്ത് ഈ തലവേദനയുടെ വിഷയം പറഞ്ഞപ്പോൾ ശൈഖുന ഒറ്റ വർത്തമാനമാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് പല്ലുകളൊന്നും ഇനി വേണ്ട. സുബ്ഹാനല്ലാഹ്, ഉമ്മ ചെറുപ്പക്കാരിയാണ്, പല്ലുകൾക്ക് നല്ല ഉറപ്പുള്ള ആളുമാണ്. ആ സമയത്ത് പല്ലുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ വാപ്പ അതും കേട്ടു. കാരണം വാപ്പാക്ക് ശൈഖുനിൽ നിന്ന് ധാരാളം അനുഭവങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും ചോദിക്കാൻ നിന്നില്ല. പിന്നെ നേരെ വാപ്പ വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു, പല്ലൊന്നും വേണ്ട എന്നാണ് ശൈഖുന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ശൈഖുന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ പല്ല്? അങ്ങനെ ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉമ്മ അടുത്ത ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് പല്ലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങളെ തലവേദനന്റെ പ്രശ്നം പല്ല് തന്നെയാണ്, ആ പല്ല് മുഴുവനായും എടുക്കണം. ചെറുപ്പക്കാരിയായ എൻ്റെ ഉമ്മൻ്റെ മുഴുവൻ പല്ലും പറിച്ചെടുത്ത് സെറ്റ് പല്ല് വെച്ചു. ഇന്ന് എൻ്റെ ഉമ്മാക്ക് 60 വയസ്സുണ്ട്, ഇതുവരെ ആ തലവേദന പിന്നെ വന്നിട്ടില്ല. നിങ്ങൾ നോക്ക്, കാണാത്ത ഒരു വിഷമം ശൈഖുനയങ്ങ് പറഞ്ഞപ്പോൾ ആ രോഗം എന്താണെന്ന് തിരിയാൻ ഒരു ഡോക്ടർമാർക്കും  പിടികിട്ടിയിരുന്നില്ല. അതാണ് ശൈഖുനയുടെ വാക്ക്.
അങ്ങനെ ധാരാളം അനുഭവങ്ങൾ. എന്റെ വാപ്പക്ക് തുടർച്ചയായി പെൺകുട്ടികൾ ഉണ്ടായി. അപ്പൊ നാലാമതും ഒരു ഉമ്മ ഗർഭിണിയായ സമയത്ത് വാപ്പ മടവൂർ ശൈഖുനയെ കാണാൻ വന്നു. കാണാൻ വന്ന സമയത്ത് പറഞ്ഞു, ശൈഖുന ഭാര്യ ഗർഭിണിയാണ്. ആ സമയത്ത് ഇനി ആൺകുട്ടികൾ വേണം, ഉള്ളതൊക്കെ പെൺകുട്ടിയാണ്. ആ സമയം സുബ്ഹാനല്ലാഹ് മടവൂർ ശൈഖുന ഉപ്പയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കൾ, ആൺമക്കളാ വേണ്ടത്, എന്തിനാണ് ആൺമക്കൾ? അപ്പൊ ഉപ്പ പറഞ്ഞു, ഞാൻ ചൊല്ലുന്ന ദിക്റുകളും അദ്കാറുകളൊക്കെ എന്റെ മരണശേഷവും അത് കൊണ്ടു നടക്കാൻ എനിക്ക് ആൺമക്കളെ വേണം. എന്നാൽ ഞാൻ ആൺമക്കളെ തരാം, എത്രണ്ണം വേണമെന്ന് ചോദിച്ചു. ഒരു ആൺകുട്ടിയും ഇല്ലാത്ത എന്റെ ഉപ്പ അപ്പ പറഞ്ഞു 4 എണ്ണം വേണമെന്ന്. അന്ന് ആ സമയത്ത് ആ എണ്ണം വലുതാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയല്ലേ, ആ ഗർഭം അങ്ങ് പോകട്ടെ, അത് പിന്നെയാക്കാം എന്ന് പറഞ്ഞു. ആ ഗർഭം അതോടുകൂടെ അലസിപ്പോയി. പിന്നെ സുബ്ഹാനല്ലാഹ് എന്റെ ഉമ്മ ഗർഭം ചുമന്നു. 4 തുടരെയായി ഗർഭം ചുമന്നത് 4 ആൺമക്കളാണ്. അതിൽ 5ാമതൊരു കുട്ടിയും ആൺകുട്ടിയുണ്ടായിരുന്നു. ആ ആൺകുട്ടി 2-2.5 വയസ്സായപ്പോൾ മരണപ്പെട്ടു. മരണപ്പെട്ട സമയത്ത് എൻ്റെ ഉമ്മ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾ മടവൂർ ശൈഖുനയെ എത്ര ആൺമക്കളെ വേണമെന്ന് പറഞ്ഞ സമയത്ത് 4 എണ്ണം എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് അള്ളാഹു 1 നമ്മിൽ നിന്ന് പിടിച്ചത്. പിന്നെ ഒരു കുട്ടിയുണ്ടായി, അത് പെൺകുട്ടിയായി. ആ പെൺകുട്ടിയാകും ആദ്യം ഗർഭമുള്ള സമയത്ത്, എന്നാൽ നിങ്ങൾ ആൺമക്കളല്ലേ വേണ്ടത്, ഇപ്പോഴത്തെ ഗർഭം അങ്ങ് പോവട്ടെ, അത് പിന്നെയാക്കാമെന്ന് പറഞ്ഞത്. ആ ഗർഭം അലസുകയും ആ ഗർഭത്തിലുള്ള കുട്ടി പെണ്ണായതുകൊണ്ടാവും പിന്നെ ആക്കാമെന്ന് പറഞ്ഞത്. ആൺമക്കളൊക്കെ പ്രസവിച്ചതിനു ശേഷമാണ് പിന്നെ പെൺകുട്ടി ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. മഹാനരായ ശൈഖുന ഖുത്ബുൽ ആലം സി.എം. വലിയുള്ളാഹി തങ്ങളെ കാണാൻ വന്നു. എൻ്റെ ഉമ്മയുടെ ഉപ്പാക്ക് ശക്തമായ ക്യാൻസർ ബാധിച്ചു. വളരെ പ്രയാസത്തിലായിരുന്നു. തെന്നലെയാണ് എൻ്റെ ഉമ്മയുടെ വീട്. ഒരുപാട് അന്നത്തെ സമ്പത്തുകളൊക്കെ ഉണ്ട്, ഒരുപാട് ചികിത്സിച്ചു. പക്ഷേ കാര്യമില്ല, ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഈ വാപ്പയാണെങ്കിലോ വല്ലിപ്പയാണെങ്കിലോ ശക്തമായ പ്രയാസത്തിലാണ്. നല്ല തടിയും ഇടുക്കുള്ള ശരീരപ്രകൃതാണ്. ആ സമയത്ത് ഭക്ഷണം ഇങ്ങനെ കഴിക്കാതായപ്പോ ശരീരം ശോഷിച്ചു വന്നു, ശക്തമായ പ്രയാസം അനുഭവിച്ചു. അപ്പോഴാണ് എൻ്റെ വാപ്പ എൻ്റെ വല്ലിപ്പയെയും കൂട്ടിയിട്ട് തെന്നലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറി. എന്തിന്? ശൈഖുന മടവൂർ ശൈഖുനയെ കാണാൻ. എന്നിട്ട് ശൈഖുനയെ കണ്ടു. കാണാൻ വരുന്നതിനിടയിൽ കോഴിക്കോട് വെച്ച് വാപ്പ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? വല്ലിപ്പ ആകെ തളർന്നിട്ടുണ്ട്. തളർന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. ആ സമയം കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ കയറി ഒരു കഞ്ഞി പറഞ്ഞു. കഞ്ഞി പറഞ്ഞ സമയത്ത് കുടിക്കാൻ ആഗ്രഹമുണ്ട് എന്നല്ലാതെ വല്ലിപ്പാക്ക് വേദന കൊണ്ട് കുടിക്കാൻ കഴിയണില്ല. ആ കഞ്ഞി അങ്ങോട്ട് മടക്കി കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് ഈ തളർന്ന ശരീരവുമായി മെല്ലെ കഷ്ടിച്ച് അടുത്ത ബസ് കയറി ശൈഖുനയെ കാണാൻ വരികയാണ്. ശൈഖുനയെ കണ്ട ഉടനെ പറഞ്ഞു, ശൈഖുന, ഇതെന്റെ ഭാര്യ പിതാവാണ്, അമ്മോശനാണ്. വേദന കൊണ്ട് പുളഞ്ഞ് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാര് വിധി പറഞ്ഞിട്ടുണ്ട്. ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ശൈഖുന, മരണം വരെ അന്നത്തിന് മുട്ടുവരരുത്, വെള്ളവും ഭക്ഷണവും ഒക്കെ യഥേഷ്ടം കഴിക്കാൻ കഴിയണം. അപ്പോഴാണ് ശൈഖുനയുടെ ഓർഡർ. ഒന്നും ആ ശൈഖുന ഉടനെ തന്നെ പറഞ്ഞു, ഇനി മരണം വരെ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. അത് കിട്ടി. ഉപ്പക്ക് സന്തോഷമായി, വല്ലിപ്പയെയും കുട്ടിപ്പോയി. എന്നിട്ട് വണ്ടി കയറിയിട്ട് നേരത്തെ ശൈഖുനയെ കാണാൻ വരുന്ന സമയം കയറിയ ഹോട്ടലിൽ കുടിക്കാൻ കഴിയാതെ തിരിച്ചു കൊടുത്ത ആ കഞ്ഞി അതേ ഹോട്ടലിൽ കയറിയിട്ട് എൻ്റെ വല്ലിപ്പയെയും കൂട്ടി കയറി 2 കഞ്ഞി അവിടുന്ന് കുടിച്ചു. ശൈഖുനയിൽ നിന്ന് ആ വാക്ക് കേട്ട് മടങ്ങിയതിനു ശേഷം പിന്നീട് മരണം വരെ എൻ്റെ വല്ലിപ്പാക്ക് ഭക്ഷണത്തിനൊരു മുട്ടും വന്നിട്ടില്ല. ക്യാൻസർ രോഗമുണ്ട്, പക്ഷേ ഭക്ഷണത്തിന് മുട്ട് വന്നിട്ടില്ല.
ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. മരണത്തിന്റെ തൊട്ടു മുന്നേ വരെ നന്നായി ഭക്ഷണം കഴിച്ചിട്ടാണ് എൻ്റെ വല്യുപ്പ മരണപ്പെട്ടത്. നിങ്ങൾ നോക്ക്, മഹാനരായ ഖുത്ബുൽ ആലം CM വലിയുല്ലാഹി തങ്ങളുടെ വാക്കിന്റെ അസറുകളാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ മടവൂർ ശൈഖുനയുടെ മദദ് നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും മഹാന്മാരിലേക്കൊരു ഫാത്തിഹ ഓതുക. മടവൂർ ശൈഖുനയിലേക്കൊരു ഫാത്തിഹ ഓതുമ്പോൾ ഉറപ്പാണ് അവരുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ വരും. അവരുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി ഇതാണ്. നമ്മുടെ മനസ്സകങ്ങളെ ശുദ്ധിയാക്കാൻ പരിശുദ്ധമായ ഇൽമുമായി ബന്ധിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് നടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ നോട്ടം നമുക്ക് വരുന്നത്.